CMRL എക്സാലോജി കേസിൽ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ നിർണായക നീക്കമാണ് നടത്തിയത്. അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയ മണിക്കൂറുകൾക്കകം കേസുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തി. മകൾ വീണയ്ക്ക് കേസുമായി ബന്ധമുള്ളതിനാലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. രാവിലെ 8:30-ക്ക് ആരംഭിച്ച റെയ്ഡ് വൈകിട്ട് 4:30-ക്കാണ് അവസാനിച്ചത്. പിണറായി ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്, കണ്ണൂരിലെ വീട് എന്നിവിടങ്ങളിൽ റെയ്ഡ് നടന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിർണായക രേഖകൾ ലഭിച്ചെന്നാണ് ED വെളിപ്പെടുത്തുന്നത്. അതിൽ സുപ്രധാനം വീണയുടെ സ്വകാര്യ ഫോണാണ്. ഫോൺ പരിശോധനയിൽ പല വിവരങ്ങളും ലഭിക്കുമെന്നാണ് EDയുടെ കണക്കുകൂട്ടൽ. കൂടാതെ വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് ഇടപാടുകളുടെ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് EDയുടെ നീക്കം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണയെ ഉടൻ ED ചോദ്യം ചെയ്യും. അറസ്റ്റ് ഉൾപ്പെടെ വേണ്ടിവന്നാൽ നടന്നേക്കും. എന്നാൽ ഇപ്പോൾ കേസിൽ കക്ഷിയല്ലാത്ത പിണറായി വിജയനാണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നത് കുരുക്കാകുമെന്നാണ് വിവരം. വിഷയം ഗൗരവത്തോടെയാണ് ED കാണുന്നത്. ആക്രമണം ആസൂത്രിതമെന്ന നിഗമനത്തിലാണ് ED. ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിത്തകർത്ത ശേഷം അക്രമികൾ CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഓടിക്കയറിയത്. പിന്നാലെ എത്തിയ പോലീസ് അകത്ത് കയറി ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. CPM നേതാക്കൾ പോലീസിനെ തടഞ്ഞു. പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് അനുവദിക്കില്ലെന്നും പ്രതികളെ ഹാജരാക്കാമെന്നും നേതാക്കൾ പറഞ്ഞു. ഒടുവിൽ പോലീസിന്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രതികളെ അപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വന്നു. 7ഓളം പ്രതികൾ അറസ്റ്റിലായി. എല്ലാവരും CPM SFI നേതാക്കൾ. ആക്രമണത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാൽ മുതിർന്ന നേതാക്കളും അകത്താകും. കാരണം മുൻ മന്ത്രിമാരും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്. അവരുടെ കൺമുന്നിലാണ് അക്രമം അരങ്ങേറിയത്. നേതാക്കൾക്ക് അണികളെ നിയന്ത്രിക്കാനായില്ല. മാത്രവുമല്ല, റെയ്ഡിന് പിന്നാലെ പുറത്തിറങ്ങിയ മാധ്യമങ്ങളെ കണ്ട പിണറായി സഖാക്കളുടെ പിന്തുണയ്ക്ക് നന്ദി പറയുന്നത് നാം കണ്ടു. നമുക്കിങ്ങനെ ഒന്നിച്ചിറങ്ങി ഏതിനെയും ചെറുക്കാം എന്നാണ് പിണറായി അണികളോട് പറഞ്ഞത്. അത് അക്രമത്തിനുള്ള ആഹ്വാനമായി പോലീസ് കാണുമോ എന്നറിയില്ല. കണ്ടാൽ പിണറായിക്കും പണിയാകും. അക്രമികളെ തടയാനാവശ്യമായ പോലീസ് സംവിധാനവും സ്ഥലത്തുണ്ടായിരുന്നില്ല. റെയ്ഡിന്റെ വിവരം തങ്ങളെ അറിയിച്ചിരുന്നില്ലെന്ന ആഭ്യന്തരമന്ത്രിയുടെ വാദം ശരിവയ്ക്കാം. പക്ഷേ തുടർന്നുള്ള മണിക്കൂറിൽ സംഘർഷാവസ്ഥ രൂപപ്പെടുന്നത് കണ്ടിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള നടപടി പോലീസ് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന ഗൗരവമായ ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണെന്നതിൽ സംശയമില്ല.